ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു ടാസ്ക് റിപ്പീറ്റഡായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് റിപ്പീറ്റഡായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ട്സുകളെയാണ് എന്തെന്ന് പറയുന്നത് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റിൻ്റെ കാര്യവും അതേപോലെ തന്നെ സം ആഡ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഏതൊരു ലൂപ്പ് എടുത്താലും അതിന് 4 കാര്യങ്ങളുണ്ടാവും. ഇനിഷ്യലൈസേഷൻ ഉണ്ടാവും, ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും, ബോഡി ഓഫ് ദി ലൂപ്പ് ഉണ്ടാവും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും ദിസ് ഇസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ലൂപ്പ് എടുത്താലും അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ സ്റ്റാർട്ടിങ് വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനിഷ്യലൈസേഷനിലാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അപ്പോൾ എന്താണ് ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നെല്ലാം പറഞ്ഞിരുന്നില്ല. അപ്പോൾ എന്താണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളിനെയാണ് എന്തെന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൂപ്പിനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ഒരു കുട്ടി ഓടുകയാണ്. ഇപ്പോൾ അപ്പോൾ ആദ്യം ഓടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും 1 സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഓടി അവിടെ വന്ന് എത്തുമ്പോഴേക്കും ആ കുട്ടി 1 കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത് ഓടാൻ തുടങ്ങുമ്പോഴേക്കും അത് 2 ആവും അല്ലേ. അപ്പോൾ അതിന് ആ സ്റ്റാർട്ടിങ് വാല്യൂ സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടി ഒരു രണ്ടാമത്തെ റൗണ്ട് ഓടി വന്നിട്ട് അത്യാവശ്യം ക്ഷീണിക്കൂല. അപ്പോൾ ആ കുട്ടി എന്ത് ചോദിക്കും, ഞാൻ 10 റൗണ്ടായി. നമ്മൾ 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പാണ് പറഞ്ഞത്. അപ്പോൾ 10ാമത്തെ റൗണ്ട് ആയോ എന്ന് കുട്ടി ചോദിക്കുന്നു. അതിനെയാണ് നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാണ്, അതിൻ്റെ ഫൈനൽ വാല്യൂ ആയോ എന്ന് ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും എന്ത് ചെയ്യും കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ കണ്ടീഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല ഇനിഷ്യലൈസേഷനിലും ടെസ്റ്റ് എക്സ്പ്രഷനിലും അപ്ഡേറ്റ് എക്സ്പ്രഷനിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഇത് 3 പേരുമാണ്, ഇനിഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേറ്റ് എക്സ്പ്രഷനും. അപ്പോൾ ലൂപ്പ് ഫർദർ എക്സിക്യൂട്ട് ചെയ്യണോ എന്ന് നമ്മളെ ഫർദർ എക്സിക്യൂട്ട് ചെയ്യണോ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വേരിയബിളിനെയാണ്, അല്ലെങ്കിൽ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ, അതിൻ്റെ നമ്മളൊരു പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇനിഷ്യലി സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വാല്യൂ ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യവും അതിൻ്റെ വാല്യൂ മാറുന്നു, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇത് 3ൻ്റെയും ബേസ് ചെയ്തിട്ട് ഏത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൂപ്പിൽ 4 ഭാഗങ്ങളുണ്ട്: ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആൻഡ് ബോഡി ഓഫ് ദി ലൂപ്പ്. അപ്പോൾ നമുക്ക് C++ൽ മെയിൻലി 3 ലൂപ്പുകളാണുള്ളത്: വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ 3 ലൂപ്പാണുള്ളത്: വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം പറയാൻ പോകുന്ന ആരെക്കുറിച്ചിട്ടാണ്? വൈൽ ലൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ആദ്യത്തെ ലൂപ്പ് ആരാണ്? നമ്മുടെ വൈൽ ലൂപ്പാണ്. അപ്പോൾ വൈൽ ലൂപ്പിനെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറയാം, വൈൽ ലൂപ്പ് ഈസ് ആൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് നമ്മൾ 4th ചാപ്റ്ററിൽ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ വൈൽ ലൂപ്പ് എൻട്രി കൺട്രോൾ ലൂപ്പാണെന്നും അത് നമ്മളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ 4th ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനതവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ശ്രദ്ധിക്കാം എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ വൈൽ ലൂപ്പ് ഈസ് ആൻ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുക ഇനിഷ്യലൈസേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു റോഡിൽ ചുറ്റും ഒരു കുട്ടി ഓടുന്ന സമയത്ത് തന്നെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്ര പ്രാവശ്യമായി എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഔട്ട് ഓടി ഒരു റൗണ്ട് എത്തുമ്പോഴേക്കും അവിടെ ഇനിഷ്യൽ വാല്യൂ എന്തായി മാറി, ഫസ്റ്റ് 1 എന്നായി അല്ലേ. അപ്പോൾ ആ ഒരു വേരിയബിളിൽ, അതായത് ആദ്യം നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെയാണ് അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം, എന്തായി 10 റൗണ്ട് ആയോ, 10ാമത്തെ റൗണ്ട് ആണോ. അപ്പോൾ ഓരോ പ്രാവശ്യം ഓടിയുമ്പോൾ നമുക്കറിയാം 2ാമത്തെ റൗണ്ട് ആയിക്കഴിഞ്ഞാൽ അവിടെ പ്രൊസീജിയർ അവസാനിച്ചിട്ടില്ല. ഇനി ആ കുട്ടി എത്ര റൗണ്ട് വേണം, 8 റൗണ്ട് വേണമെങ്കിൽ 10 റൗണ്ട് ആവുകയുള്ളൂ. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടറിനെ നേരിട്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ പ്രോഗ്രാമിൽ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യണം, 10 നമ്മൾ ചെക്ക് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിഷ്യലൈസേഷൻ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. എന്താ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്? ഫൈനൽ വാല്യൂ ആയോ. ഫൈനൽ വാല്യൂ ആയിട്ടുണ്ട് എങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ, അതായത് കണ്ടീഷൻ ട്രൂ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഫൈനൽ വാല്യൂ ആയിട്ടില്ല, ആ കുട്ടി 2ാമത്തെ റൗണ്ടേ എത്തിയിട്ടുള്ളൂ. 2 <10 അല്ലേ. ആദ്യത്തെ റൗണ്ട് എത്തി,
ആ പോയി വന്നു. രണ്ടാമത്തെ റൗണ്ട് എത്തുമ്പോൾ 2 10-നെക്കാട്ടും ചെറുതാണല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എവിടേക്ക് വരും? ബോഡി ഓഫ് ദി ലൂപ്പ് വരും. ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗ്രൗണ്ടിൽ കൂടെ ഓടുക. പിന്നെ ഓടുക എന്നുള്ള അർത്ഥം. ഓടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താവുന്നു? ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ റൗണ്ട് ഓടി കഴിഞ്ഞ കുട്ടി ഇവിടെ അപ്ഡേറ്റ് എത്തും. അപ്ഡേറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് മൂന്നാമത്തെ ആയി. എത്രാമത്തെ റൗണ്ടായി? അടുത്ത് 3 ആവും. 3 ആയി കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുന്നു. 3 ആയി. അപ്പോൾ 3 10-നെക്കാട്ടും ചെറുതാണോ നോക്കി. കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു? ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ടിൽ കൂടി ആ കുട്ടി ഒന്നുകൂടെ ഓടുന്നു. പിന്നെ അപ്ഡേറ്റിൽ വന്നു 3 + 1 ഒരു റൗണ്ട് കൂടെ ഓടിയല്ല 4 ആയി. പിന്നെയും മുകളിൽ പോയി എന്ത് ചെയ്യും? 4 10-നെക്കാട്ടും ചെറുതാണോ? ആണ്. അപ്പോൾ ആ കുട്ടിയുടെ 10 റൗണ്ട് ആയിട്ടില്ല എന്ന് മനസ്സിലായി. ആ കണ്ടീഷൻ ട്രൂ ആണ്. പിന്നെയും ഔട്ട് എന്ത് ചെയ്യുന്നു? ഓടുന്നു. പിന്നെയും അപ്ഡേറ്റ് എത്തും. അപ്ഡേറ്റ് എത്തിക്കഴിഞ്ഞ് എന്താവും? 4 + 1 5 ആവും. അങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ 9 എത്തി കഴിയുമ്പോൾ എന്താവും? ഇവിടെ നോക്കും. 9 < 10 ആണോ നോക്കി. ഓക്കെ 10 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു? കണ്ടീഷൻ ട്രൂ ആണ്. ബോഡി ഓഫ് ദി പിന്നെ ഓടാൻ പറഞ്ഞു. ഇവിടെ എത്തി 10 ആയി. 10 < 10 10 എന്ന് പറഞ്ഞാൽ കുട്ടി ഓടി എത്തുമ്പോഴാണ് എന്താവുന്നത്? 10ാമത്തെ റൗണ്ട് ആവുന്നത്. അപ്പോൾ 10 < > 10 നമ്മൾ ചെക്ക് ചെയ്യണം. 10 10-നെക്കാട്ടും ചെറുതോ ഈക്വലോ. ചെറുതാണെങ്കിൽ ചെറുതോ ഈക്വലോ എന്ന് പറഞ്ഞാൽ എന്താവും? അത് ചെറുതോ ആവാം അല്ലെങ്കിൽ ഈക്വലോ ആവാം. 10 ഈക്വൽ ആണല്ലോ. കണ്ടീഷൻ അപ്പോഴും ട്രൂ ആണ്. പിന്നെ ആ കുട്ടി ഓടി വരുന്നു. 11 ആവുന്നു. അപ്പോൾ അപ്ഡേറ്റിന് അവിടെ എന്താവും? 11 ആവും. പിന്നെ ഇവിടെ ചെക്ക് ചെയ്യും 11 10-നെക്കാട്ടും ചെറുതാണോ. അപ്പോൾ 11 10-നെക്കാട്ടും എന്തല്ല? ചെറുതല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരില്ല? ആ കുട്ടിക്ക് ഓടേണ്ടി വരില്ല. ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നേരെ ഫാൾസ് ആണ്. കണ്ടീഷൻ ഫാൾസ്. 11 10-നെക്കാട്ടും ചെറുതല്ല അല്ലേ? കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ എന്താവും? പ്രോഗ്രാമിൻ്റെ ലൂപ്പിൻ്റെ ഔട്ട് സൈഡിലേക്ക് വരും. ഇങ്ങനെയാണ് അതിൻ്റെ എന്ത് വർക്ക് ചെയ്യുന്നത്? അതിൻ്റെ ഫ്ലോ ചാർട്ട്. ആദ്യം ഇനിഷ്യലൈസേഷൻ, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് വരുന്നു. ബോഡി ഓഫ് ദി ലൂപ്പിൽ നിന്ന് അപ്ഡേറ്റിലേക്ക് വരുന്നു. അപ്ഡേറ്റിന് നേരെ എവിടേക്ക് വരുന്നു? പിന്നെ കണ്ടീഷനിലേക്ക് വരുന്നു. കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കേസ് എന്ത് ചെയ്യുന്നു? ഈ ഭാഗം കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് ബോഡി ഓഫ് ദി ലൂപ്പിൽ അപ്ഡേറ്റിലേക്കും കയറും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. എപ്പോഴാണോ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു? ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പ്. വൈലൊരു എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയാൻ കാരണം എൻ്റർ ചെയ്യുന്നതിന് മുൻപ് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യുന്നു? നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇവിടെ നമ്മുടെ കണ്ടീഷൻ തെറ്റാണ് എങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 11 കൊടുക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ 11 < 10 ആണോ നോക്കി. കണ്ടീഷൻ എന്താണ്? തെറ്റാണ്, ഫാൾസ് ആണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് കയറുമോ? ഇല്ല. അപ്പോൾ എപ്പോഴൊക്കെ ഈ കണ്ടീഷൻ ട്രൂ ആണോ അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കയറുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻട്രി കൺട്രോൾ ലൂപ്പ്. അതായത് ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കൺട്രോൾ സെറ്റ് ചെയ്യണം. അതിനെയാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. അപ്പോൾ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് കാരണം എന്തെന്ന് പറയുന്നത്? എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ഫ്ലോ ചാർട്ട് വലിയ ഇമ്പോർട്ടൻസ് പ്രസക്തിയൊന്നും ഇല്ല. പക്ഷേ കഴിഞ്ഞ എക്സാമിന് ആദ്യമായിട്ട് ഈ ഫ്ലോ ചാർട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. ഇനി അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ വൈൽ ലൂപ്പ് ഒന്നും എഴുതാൻ പറ്റില്ല. നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കുറേ കണ്ടീഷൻസ് ഉണ്ട്. എങ്ങനെ എഴുതാൻ പാടുള്ളൂ. അതിനെയാണ് നമ്മൾ എന്താണ് സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വൈൽ ലൂപ്പ് എഴുതുക. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഇനിഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഒരു വേരിയബിളിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ. ആ വേരിയബിൾ നമ്മൾ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടുല്ലോ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എവിടേക്ക് വരും? ബോഡി ഓഫ് ദ ലൂപ്പിലും അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിളിലേക്കും വരും. അതിനുശേഷം ഇവിടെ കേളി ബ്രാക്കറ്റ് അവസാനിച്ചു. പിന്നെ എവിടേക്ക് തന്നെ പോവും? ടെസ്റ്റ് എക്സ്പ്രഷനിൽ പോവും. ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് അപ്ഡേറ്റിൽ. അങ്ങനെ എപ്പോഴൊക്കെ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ അപ്പോഴൊക്കെ എന്ത് ചെയ്യും? ഈ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പുറത്ത് വരും. എപ്പോഴാണോ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യും? ഈ ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വർക്ക് ചെയ്യുന്നത്? ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. int k = 1 while k < 3 cout k++. അല്ലെങ്കിൽ k++ വരെ എന്താണ്? k = k+1. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം എന്ന് വിചാരിക്കാം. അതായത് k = 1 while k < 3 cout k = k+1 സെമിക്കോളൻ. ആദ്യം കെയിൻ്റെ വാല്യൂ എത്രയാണ്? 1. ആ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നേരത്തെ അടുത്ത സ്റ്റെപ്പ് വൈൽ
ടെസ്റ്റ് എക്സ്പ്രഷൻ. നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണ്? കെയുടെ വാല്യൂ 3-നേക്കാട്ടും ചെറുതാണോ? രണ്ട് വാല്യൂസ് ഉത്തരങ്ങൾ വരും. ചെറുതാണെന്ന് വരാം, ചെറുതല്ലെന്ന് വരാം. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ അറിയാം. കെയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. 1 3-നേക്കാട്ടും ചെറുതാണോ? ആണ്. അതായത് നമ്മൾ ഒരു വേരിയബിളിന് വാല്യൂ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ കെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വേരിയബിൾ ഉപയോഗിക്കുന്നതിന് മുൻപ്, അതിൻ്റെ തൊട്ട് മുൻപിൽ അതിന് നമ്മളൊരു ഇനീഷ്യൽ വാല്യൂ, ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു വാല്യൂ നമ്മൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. അതിനെയാണ് ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്, സ്റ്റാർട്ടിംഗ് വാല്യൂ. അപ്പോൾ നമ്മൾ കെയിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. കെ ഈസ് ഈക്വൽ ടു എത്ര കൊടുത്തിട്ടുണ്ട്? കെ ഈസ് ഈക്വൽ ടു 1 കൊടുത്തിട്ടുണ്ട്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ട്രൂ ആണ്. സി ഔട്ട് കെ. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഔട്ട് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യൂ. കെ ഡബിൾ കോഡ്സിലിട്ടാലോ കെ എന്ന് പ്രിൻറ്റ് ചെയ്യും. കെ ഡബിൾ കോഡ്സിലിട്ടില്ല എന്നുണ്ടെങ്കിൽ കെയിൽ എന്ത് വാല്യൂ ഉണ്ടോ അത് പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ കെയിൽ എന്താ വാല്യൂ ഉള്ളത്? 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. ഈ കെയിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലേ? 1 + 1. അപ്പോൾ ഈ കെയിൻ്റെ വാല്യൂ 1 ആണ്. 1 + 1, ഈ കെയുടെ വാല്യൂ എന്തായി? 2 ആയി. ഇപ്പോൾ കെയിൻ്റെ വാല്യൂ എന്തായി? 2 ആയി. നേരെ എവിടേക്ക് പോവും? മുകളിലേക്ക് പോവും, ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോവും. ഇവിടെ വന്നിട്ട് പിന്നെയും ചെക്ക്. ഇപ്പോൾ കെയുടെ വാല്യൂ എത്രയായി? തുടക്കത്തിൽ 1 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനിഷ്യലൈസേഷൻ്റെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൂപ്പിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രോസസ്സാണ് ഇനിഷ്യലൈസേഷൻ. ഒരു ലൂപ്പിൽ ഒരിക്കൽ മാത്രമേ ഒരു വേരിയബിളിന് എന്ത് കിട്ടുള്ളൂ? ഇനിഷ്യൽ വാല്യൂ കിട്ടുകയുള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തിയപ്പോൾ കെയുടെ വാല്യൂ എന്തായി? 2 ആയി അല്ലേ? അപ്പോൾ മുകളിലേക്ക് പോവും. 2 3-നേക്കാട്ടും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 2 3-നേക്കാട്ടും ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യും? സി ഔട്ട് കെ. സി ഔട്ട് കെ എന്ന് പറയുമ്പോൾ എന്ത്? കെൻ്റെ വാല്യൂ എന്താണ്? ഇപ്പോൾ 2 ആയി. 2 പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഇങ്ങോട്ടേക്ക് വരും. ഈ കെയുടെ വാല്യൂ എത്രയാണ്? തുടക്കത്തിലായിരുന്നു 1, ഇപ്പോൾ 2 ആയി. 2 + 1, ഈ കെയുടെ വാല്യൂ എത്രയായി? 3 ആയി. പിന്നെയും മുകളിലേക്ക് പോകും. 3, ഇപ്പോൾ കെയുടെ വാല്യൂ 3 അല്ലേ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 3 3-നേക്കാട്ടും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ 3 3-നേക്കാട്ടും എന്താണ്? ചെറുതാണ്. ഈക്വലാണ്. ചെറുതോ ഈക്വലോ ആണ് കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ചെറുതോ ഈക്വലോ ആവാം. ചെറുതോ ഈക്വലോ ആണോ? കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? 3 3-നേക്കാട്ടും ചെറുതല്ല, പക്ഷേ ഈക്വലാണ്. അപ്പോൾ പിന്നെയും കണ്ടീഷൻ ട്രൂ ആണ്. ഇങ്ങോട്ടേക്ക് സി ഔട്ട് കെ എന്ത് പ്രിൻറ്റ് ചെയ്യും? 3 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇങ്ങോട്ടേക്ക് വരും. കെയുടെ വാല്യൂ 3 ആണ്. 3 + 1, ഈ കെയുടെ വാല്യൂ എന്തായി? 4 ആയി. മുകളിലേക്ക് വരും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 4 3-നേക്കാട്ടും ചെറുതാണോ? കണ്ടീഷൻ ഫോൾസ് ആയി. പിന്നെ ഇതിലേക്ക് കയറുമോ? ഇല്ല. ഈ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? ഈ ലൂപ്പ് ബോഡിക്കകത്ത് കയറില്ല. ഇതിനെയാണ് നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ലൂപ്പ് ബോഡിക്കകത്ത് കയറുന്നതിന് മുൻപ്, എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ 1 മുതൽ 10 വരെയുള്ള, അല്ലെങ്കിൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കും? വൈൽ ആദ്യം n = 1, while n less than